അപ്പം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ കോമഡി ചെയ്തുകൊണ്ടിരുന്ന ഒരാള് പിന്നെ ഷിഫ്റ്റായി സീരിയസിലോട്ട് വരുന്നത്. അപ്പൊ ഇപ്പൊ പൊതുവെ മിക്ക കോമഡി ചെയ്യുന്ന ആൾക്കാരും നമ്മൾ പണ്ട് ഡൗട്ട് അടിക്കായിരുന്നു, ഈ കോമഡി ചെയ്യുന്നവർക്ക് ഇനി സീരിയസ് പറ്റുമോ അല്ലെങ്കിൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒരുപാട് പേര് നടത്തിയായിരുന്നു. അപ്പൊ ചേട്ടന്റെ ആ ഒരു ചേഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഞാൻ പറയാ കോമഡി ചെയ്യുന്ന ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ സീരിയസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ജിത്തു സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ ടെസ്റ്റ് ഞാനാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ദൃശ്യം 2-ല് ടെസ്റ്റ് ഞാനാണെന്നൊന്നും അറിയത്തില്ല. നമുക്കിത് അന്നാ കൊറോണ ടൈമാണ്. അപ്പൊ നമ്മൾ പുറത്തേക്ക് പോലും വിടുന്നില്ല. നമുക്ക് സ്ക്രിപ്റ്റ് നേരത്തെ നമ്മൾ വായിച്ചു ഷൂട്ടിന് വന്നു. ഇത് പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാ പറഞ്ഞത്. ഞാൻ പോലും അന്ന് പടം കണ്ടിട്ടില്ല. അന്ന് OTT അല്ലായിരുന്നു, പ്ലാറ്റ്ഫോം. പടം പിറ്റേ ദിവസമാണ് ഞാൻ കാണുന്നത്. പിറ്റേ ദിവസം അതും തിയേറ്ററും ഇല്ല, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിരുന്നു കാണുകയാണ്. അതുകൊണ്ട് ഞാനാണല്ലോ ഇതിനകത്ത് ട്വിസ്റ്റ് എന്ന് മനസ്സിലായത്. പക്ഷെ എനിക്ക് ആ ക്യാരക്ടർ ഉൾക്കൊണ്ടാണ് ചെയ്തത്. ഇത്രയ്ക്ക് സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലാതെ ചിരിക്കുന്നില്ല, ഭയങ്കര അങ്ങനെ ഒരു സാധനമാണ്. അതുകൊണ്ട് എനിക്കതൊരു ചേഞ്ച് ആയിരുന്നു, സിനിമയിലേക്കുള്ള ഒരു ചേഞ്ച് ആയിരുന്നു. വേറൊരു എല്ലാ മിക്ക പടത്തിലും പിന്നെ അങ്ങനെ ഒരു റൂട്ടും ഒരു കള്ളനും പിന്നെ കൊലപാതകി അങ്ങനെയൊക്കെ കുറെ പടത്തിൽ അങ്ങനെ ചെയ്തു. അപ്പൊ ഈ കോമഡി മാറിയപ്പോ ഒരു വിഷമം തോന്നിയോ? കോമഡി തന്നെ മതിയായിരുന്നു. ഞാൻ എന്നിട്ടും ഞാൻ ചാനലിൽ കോമഡി ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ചാനലിലും ഞാൻ കേരളത്തിലെ മിക്ക ചാനലിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ പടം ചെയ്യുമ്പോഴും ഞാൻ ചാനലിൽ വർക്ക് ചെയ്തോണ്ടിരിക്കും. എന്തെങ്കിലും പ്രതീക്ഷയായിരുന്നു ഇനി എനിക്കൊരു സീരിയസ് ആയിട്ടൊരു റോളായിരിക്കും, ഞാൻ ഭയങ്കരമായിട്ടൊരു സെക്കൻഡ് ചാൻസ് കിട്ടാന്നുള്ള രീതിയില്? ഇല്ല, ഞാൻ ഞെട്ടിപ്പോയില്ലേ, നമ്മുടെ ജീവിതത്തിൽ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഒന്നാമത് ആശീർവാദിന്റെ ഒരു സിനിമ, ലാലേട്ടൻ, ജിത്തു ജോസഫ്, ആന്റണി പെരുമ്പാവൂർ ഒരു ടീം, അതിൻ്റെ അകത്ത് ദൃശ്യം 1 അത്രയ്ക്ക് മികച്ചു കയറി ഹിറ്റായിട്ട്, അതിൻ്റെ സെക്കൻഡിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കങ്ങ് ജിത്തു സാറ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നെ വിളിച്ചിട്ട് ജിത്തു ജോസഫ് ആണെന്ന് പറഞ്ഞു. ഞാനൊന്ന് ചാടി എഴുന്നേറ്റുണ്ട്. മുണ്ടം കഴിച്ചിട്ട് ഞാൻ മുണ്ടൊക്കെ വീട്ടിലിരിക്കുകയത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പടത്തിലുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അത് വിശ്വാസമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ മൊബൈലിലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ടേ നമുക്കൊന്നും ഒക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഫോട്ടോ ഒന്നും ശരിയാകുന്നില്ലല്ലോ, ഞാൻ സ്റ്റുഡിയോ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് അയക്കാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അത് വേണ്ട, അത് ഇത്ര വീട് കൂത്താട്ടുകുളത്തല്ലേ, ജിത്തു സാറിന്റെ വീടും കൂത്താട്ടുകുളം അടുത്താ, പക്ഷെ ഞങ്ങൾ പരിചയമില്ല. പറഞ്ഞു വഴുത്തലാന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഒക്കെ അടുത്താ, ഈ തൊടുപുഴ വഴുത്തലേക്ക്. അതിനകത്ത് ജോർജ് കുട്ടിയുടെ വീട് വഴുത്തല, ആ വീട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട്. എന്നാൽ അങ്ങോട്ട് വന്നാൽ മതി, അവിടെ ലൊക്കേഷൻ നോക്കാൻ വരുന്നുണ്ട്. പിന്നെ അവിടെ ചെന്ന് നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ്. അപ്പൊ ഒരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ടെൻഷൻ.